ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോഡ് ലേണർ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പൈത്തൺ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്ന ഫ്ലോ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് രണ്ടും പറയാം. ഫ്ലോ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് ഫ്ലോ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയാം. അതായത് ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളൊരു പ്രോഗ്രാം ഒരു 10 ലൈൻ കോഡ് എഴുതി കഴിഞ്ഞാൽ ആ 10 ലൈൻ നിങ്ങൾ ഏത് ഓർഡറിലാണോ എഴുതിയിട്ടുള്ളത് ആ ഓർഡറിലായിരിക്കും പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുക. അതായത് ആദ്യം ഫസ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യും, ദെൻ സെക്കൻഡ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യും, ദെൻ തേർഡ് ലൈൻ, ആ ഒരു ഓർഡറിലായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഇപ്പോൾ ഫ്ലോ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിൽ പറയുന്നത് നിങ്ങളുടെ പ്രോഗ്രാം എക്സിക്യൂഷൻ ഫ്ലോ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് 4ാമത്തെ ലൈൻ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 8ാമത്തെ ലൈനിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള മെത്തേഡ്സ് അവൈലബിൾ ആണ്, പൈത്തണിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതിൽ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. സി പ്രോഗ്രാമിംഗ് പഠിച്ചവർക്ക് അറിയാൻ പറ്റും, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറ് ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതുപോലെ പൈത്തണിലും ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റും ഒരു ഫ്ലോ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ദെൻ ബ്രേക്ക്, കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇതൊക്കെ ഫ്ലോ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഒരു പൈത്തൺ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് ഫ്ലോ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ആണ് ഈഫ് സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്. അതായത് ഒരു പർട്ടിക്കുലർ ഡിസിഷൻ എടുക്കാനും വേണ്ടി, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് സെറ്റ് ഓഫ് ലൈൻസ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈഫ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യും. അപ്പോൾ അതിന്റെ സിന്റാക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0, ഇവിടെ ചെറിയൊരു എക്സാമ്പിൾ കോഡ് കൊടുത്തിട്ടുണ്ട്. ഈഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 പ്രിന്റ് എക്സ് ഈസ് പോസിറ്റീവ്. അതായത് ഇവിടെ സി പ്രോഗ്രാമിംഗ് പഠിച്ചവർക്ക് അറിയാൻ പറ്റും, ഇവിടെ ഒരു ഈഫ് എഴുതിയിട്ട്, ഈഫ് കീവേഡ് എഴുതിയിട്ട് നിങ്ങളൊരു പാരാന്തസിസ് കൊടുക്കും. അതായത് പാരാന്തസിസ്, ഇവിടെ പാരാന്തസിസ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും പ്രോഗ്രാം വർക്ക് ചെയ്യും. സോ ഈഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നിട്ടൊരു കോളൻ കൊടുക്കൽ മസ്റ്റ് ആണ്. പൈത്തണിൽ കോളൻ കൊടുക്കൽ മസ്റ്റ് ആണ്. ദെൻ നിങ്ങൾ അതിന് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് എഴുതുമ്പോൾ, സാധാരണ സി പ്രോഗ്രാം ആണെങ്കിൽ നിങ്ങൾ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും, അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ കേളി ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല. ഇവിടെ കേളി ബ്രാക്കറ്റ് നമ്മൾ യൂസ് ചെയ്യാറില്ല പൈത്തണിൽ. പകരം ഇവിടെ ഇൻഡന്റേഷൻ ആണ് യൂസ് ചെയ്യുക. അതായത് ഒരു ടാബ് സ്പേസ് കൊടുക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 ലൈൻ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 10 ലൈനും ഒരേ ഇൻഡന്റേഷനിൽ അല്ലെങ്കിൽ ഒരേ ലൈനിൽ തന്നെ സ്പെസിഫൈ ചെയ്യണം. സപ്പോസ് നിങ്ങൾക്ക് ഈഫ് കണ്ടീഷൻ ഫാൾസ് ആവുകയാണെങ്കിൽ, അതായത് അതിന്റെ കറസ്പോണ്ടിങ് എൽസ് സ്റ്റേറ്റ്മെന്റ് എഴുതേണ്ടി വരും അല്ലേ. അപ്പോൾ അതിന്റെ എൽസ് സ്റ്റേറ്റ്മെന്റ് ആണ് അടുത്ത സ്ലൈഡിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു ഈഫിന്റെ ഒരു ജനറൽ സിന്റാക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിന്റെ സിന്റാക്സ് ഉണ്ടായിരിക്കുക. അതായത് ഒരു ഫസ്റ്റ് ഒരു ഹെഡർ ഉണ്ടായിരിക്കും. ഹെഡർ മീൻസ് ഈഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള സ്റ്റേറ്റ്മെന്റ്. അത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ടു ബി എക്സിക്യൂട്ടഡ് നമ്മൾ താഴായിട്ട് കൊടുക്കും. ഇനി ഈഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നിങ്ങൾക്ക് ഒരു ഈഫ് കണ്ടീഷൻ എഴുതി അത് ഫാൾസ് ആവുകയാണെങ്കിൽ അതിന്റെ എൽസ് പോർഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഈഫ് എക്സ് മോഡ് 2 ഈക്വൽസ് 0 ആണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു നമ്പർ ഈവൺ ആണോ ഓഡ് ആണോ ചെക്ക് ചെയ്യേണ്ട പ്രോഗ്രാം ആണ് ഇത് കോഡ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ എക്സ് മോഡ് 2 എന്ന് പറഞ്ഞാൽ എക്സിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. റിമൈൻഡർ 0 ആണെങ്കിൽ, നിങ്ങൾക്കറിയാം എല്ലാ ഈവൻ നമ്പേഴ്സും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 0 ആണ് കിട്ടുക. അപ്പോൾ മോഡുലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് റിമൈൻഡർ കിട്ടാനും വേണ്ടിയിട്ടാണ്. സോ ഇഫ് എക്സ് മോഡ് 2 ഈക്വൽസ് 0 ആണെങ്കിൽ എന്ത് ചെയ്യും? പ്രിന്റ് എക്സ് ഈസ് ഈവൻ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യും. സോ എക്സിന് ഒരു വേരിയബിൾ ആണ്, ആ വേരിയബിളിനകത്ത് ഒരു വാല്യൂ മുമ്പ് റീഡ് ചെയ്തിരിക്കണം. അതിൻ്റെ ഒരു സാമ്പിൾ പ്രോഗ്രാം നമുക്ക് ചെയ്ത് നോക്കാം പിന്നീട്. ഇനി ഈ കണ്ടീഷൻ ഫാൾസ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും? നേരെ എൽസ് പോർഷനിലോട്ട് കൺട്രോൾ വരും. എക്സ് ഈസ് ഓഡ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യാണ്, മോണിറ്ററിൽ പ്രിന്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ആൾട്ടർനേറ്റീവ് ബ്രാഞ്ച്. അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നേരെ കൺട്രോൾ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കി, ഇവിടെ ഈഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മളൊരു ടാബ് സ്പേസ് കൊടുക്കുക, ദെൻ സ്റ്റേറ്റ്മെന്റ് എഴുതുക. അതുപോലെ എൽസിന്റെ കേസ് ആണെങ്കിലും നിങ്ങൾ കോളൻ കൊടുക്കണം, അത് കഴിഞ്ഞ് ഒരു ടാബ് സ്പേസ് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഈഫ് എൽസിന്റെ സിന്റാക്സ്. ഇനി പൈത്തണിലുള്ളൊരു സ്പെഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് എലീഫ് സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ സി പ്രോഗ്രാമിനകത്ത് എൽസീഫ് എഴുതാറുണ്ട്, എൽസീഫ്. അപ്പോൾ എൽസീഫിന്റെ ഷോർട്ട് ഫോം ആണ് എലീഫ്. ഇവിടെ എലീഫ് എന്നാണ് എഴുതുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇഫ് എക്സ് ലെസ് ദാൻ വൈ ഇഫ് ഇറ്റ് ഈസ് ട്രൂ എക്സ് ഈസ് ലെസ് ദാൻ വൈ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യും. എലീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽസ് ഈഫ്, എൽസീഫിന്റെ ഷോർട്ട് ഫോം ആണ് എലീഫ്. സോ എൽസ് ഈഫ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ, എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണെങ്കിൽ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഹാഷ് റെപ്രസെന്റ് ചെയ്യുന്നത് കമന്റിങ് ആണ്. അതായത് ഈ ഹാഷിന് ശേഷം എഴുതുന്ന സ്റ്റേറ്റ്മെന്റ് എല്ലാം ഇന്റർപ്രറ്റർ സ്കിപ്പ് ചെയ്യും. ഇനി അതും അല്ലെങ്കിലാണ് എൽസിലോട്ട് വരിക. സോ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയ, ഇഫ് എക്സ് ലെസ് ദാൻ വൈ ദെൻ കോളൻ ഒരു ടാബ് സ്പേസ് കൊടുക്കുക, എലീഫ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ കോളൻ ടാബ് സ്പേസ്, എൽസ് കോളൻ.
അപ്പോൾ ഇതെല്ലാം ഒരേ അലൈൻമെൻറ്റിൽ വരണം. ഓരോ ബ്ലോക്കിനുള്ളിൽ വരുന്ന കോഡുകൾ എന്ത് ചെയ്യണം? ഒരേ അലൈൻമെൻറ്റിലായിരിക്കണം. ആ ഒരു കണ്ടീഷൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ നിങ്ങൾക്ക് നെസ്റ്റഡ് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പറ്റും. അതായത് ഒരു ഈഫ് ബ്ലോക്കിനുള്ളിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഈഫ് ബ്ലോക്സ് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ ഇഫ് എക്സ് ഈക്വൽസ് വൈ ആണെങ്കിൽ എക്സ് ആൻഡ് വൈ ആർ ഈക്വൽ എന്ന് പ്രിന്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് എക്സ് എന്നുള്ളൊരു വേരിയബിൾ ആണ്. സപ്പോസ് എക്സിനകത്ത് ടൺ ഉണ്ട്, വൈക്കകത്തും ടൺ ഉണ്ട് എന്ന് എഴുതുക. സോ ഇതിന്റെ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ ടൺ ആൻഡ് ടൺ ആർ ഈക്വൽ. അപ്പോൾ ആൻഡ് എന്നുള്ള ഒരു സ്ട്രിംഗ് ആണ്. ഒരു സ്ട്രിങ്ങും വേരിയബിളും തമ്മിൽ അപ്പൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഒന്നുകിൽ കോമ യൂസ് ചെയ്യാം അല്ലെങ്കിൽ പ്ലസ് യൂസ് ചെയ്യാം. സോ എക്സ് ആൻഡ് വൈ ആർ ഈക്വൽ ഇത് പ്രിന്റ് ചെയ്യുമ്പോൾ ടൺ ആൻഡ് ടൺ ആർ ഈക്വൽ എന്നായിരിക്കും വരിക, എക്സും വൈയും ടൺ ആണെങ്കിൽ. ഇനി അതല്ലെങ്കിലാണ് ഈ എൽസിലോട്ട് വരിക. അല്ലെങ്കിൽ എൽസിലോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു ഈഫ് കണ്ടീഷനാണ് എഴുതിയിട്ടുള്ളത്. എക്സ് ലെസ് ദാൻ വൈ ആണെങ്കിൽ എക്സ് ഈസ് ലെസ് ദാൻ വൈ, എൽസ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യും. അപ്പോൾ ഇതാണ് നെസ്റ്റഡ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. ഇനി നമുക്കൊരു 3 സാമ്പിൾ പ്രോഗ്രാം ആണ് ചെയ്യാനുള്ളത്. അതൊന്ന് ചെയ്തു നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന് ഒരു കാൻഡിഡേറ്റ് വോട്ട് ചെയ്യാൻ എലിജിബിൾ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് പൈത്തണിൽ ഈഫ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു കാൻഡിഡേറ്റ് വോട്ട് ചെയ്യാൻ എലിജിബിൾ ആവുക ആ കാൻഡിഡേറ്റ് 18 ഏജ് എത്തുമ്പോഴാണ് കാൻഡിഡേറ്റ് എലിജിബിൾ ആവുക. അപ്പോൾ നമുക്ക് യൂസറുടെ നിന്ന് ഫസ്റ്റ് ഏജ് റീഡ് ചെയ്യണം. സോ ഏജ് ഈക്വൽ ടു കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷന് ഇൻപുട്ടാണ്. ഇൻപുട്ടിനുള്ളിൽ നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. അതായത് എൻ്റർ ദ ഏജ് ഓഫ് ദ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. ഏജ് ഓഫ് ദ കാൻഡിഡേറ്റ്. അപ്പോൾ ഇവിടെ റീഡ് ചെയ്യുന്ന വാല്യൂനെ ഇൻറ്റിജർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. കാരണം നോർമലി ഏജ് എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ ആയിട്ടാണ് വരിക. അപ്പോൾ ആ റീഡ് ചെയ്ത വാല്യൂനെ ഇൻറ്റിജർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇനി നമുക്ക് ആ റീഡ് ചെയ്ത ഏജ് 18നേക്കാളും വലുതാണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്താൽ മതി. സോ ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണെങ്കിൽ എന്ത് ചെയ്യുക? അയാൾ വോട്ട് ചെയ്യാൻ എലിജിബിൾ ആണെന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യാം. സോ ഹി ഈസ് അല്ലെങ്കിൽ എലിജിബിൾ ടു വോട്ട് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യാം. എലിജിബിൾ ടു വോട്ട്. അല്ലെങ്കിൽ എൽസ് സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ട് എഴുതാം. എൽസ് പ്രിന്റ് നോട്ട് എലിജിബിൾ ടു വോട്ട്. ഒന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ ദ ഏജ് ഓഫ് ദി കാൻഡിഡേറ്റ് 25 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എലിജിബിൾ ടു വോട്ട് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒന്നും കൂടി റൺ ചെയ്യാം. നമുക്ക് 15 ഏജ് കൊടുത്തു കഴിഞ്ഞാൽ നോട്ട് എലിജിബിൾ ടു വോട്ട് എന്ന് പറഞ്ഞ മെസ്സേജ് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യന് ബിഗ്ഗസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് കാണാനാണ്. അത് വിത്ത് യൂസിങ് ലോജിക്കൽ ഓപ്പറേറ്റർ ഉണ്ട്, വിത്തൗട്ട് യൂസിങ് ലോജിക്കൽ ഓപ്പറേറ്റർ ഉണ്ട്. നമുക്ക് ഫസ്റ്റ് വിത്ത് യൂസിങ് ലോജിക്കൽ ഓപ്പറേറ്റർ ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ വരുന്നത് ആൻഡ്, ഓർ, നോട്ട് പോലുള്ള ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 3 നമ്പേഴ്സാണ് റീഡ് ചെയ്യേണ്ടത്. സോ n1 ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ യൂസർ അടുത്ത് റീഡ് ചെയ്യാം. സോ n1 ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ് എൻ്റർ ദ ഫസ്റ്റ് നമ്പർ. എൻ്റർ ദ ഫസ്റ്റ് നമ്പർ. അതുപോലെ തന്നെ സെക്കൻഡ് നമ്പറും റീഡ് ചെയ്യാം. തൽക്കാലം അതിൻ്റെ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. അങ്ങനെ 3 നമ്പേഴ്സും റീഡ് ചെയ്യാം. മൂന്ന് നമ്പേഴ്സും റീഡ് ചെയ്തു. ഇനി നമുക്ക് ഈ 3 നമ്പേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യണം. ഏതാണ് ബിഗ്ഗസ്റ്റ് എന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. സോ ഇഫ് n1 ഗ്രേറ്റർ ദാൻ n2 ആൻഡ് n1 ഗ്രേറ്റർ ദാൻ n3, അതായത് n1 എന്നുള്ളത് n2നേക്കാളും n3നേക്കാളും വലുതാണെങ്കിൽ പ്രിന്റ് n1 ഈസ് ബിഗ്ഗസ്റ്റ്. ഇത് പ്രിന്റ് ചെയ്യിക്കാം. അതായത് ഫസ്റ്റ് n1നകത്ത് എന്താണോ വാല്യൂ ഉള്ളത് ആ വാല്യൂ പ്രിന്റ് ചെയ്യും. അതോടുകൂടെ ഈസ് ബിഗ്ഗസ്റ്റ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റും പ്രിന്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈസിന് മുമ്പ് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറും ഈ ഒരു സ്ട്രിങ്ങും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ ബാക്കിയുള്ള n2ൻ്റെ കേസ് ഒന്ന് കമ്പയർ ചെയ്യാം. ദെൻ n3യുടെ കേസും കമ്പയർ ചെയ്യാം. സോ ഇവിടെ ഇഫ് n2 ഗ്രേറ്റർ ദാൻ n1 ആൻഡ് n2 ഗ്രേറ്റർ ദാൻ n3, ഈ ഒരു കേസിൽ n3 ഗ്രേറ്റർ ദാൻ n2 ആൻഡ് n3 ഗ്രേറ്റർ ദാൻ n1. അപ്പോൾ ഇവിടെ സെക്കൻഡ് കേസിൽ n2 ഈസ് ബിഗ്ഗസ്റ്റ്, തേർഡ് കേസിൽ n3 ഈസ് ബിഗ്ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് വരണം. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ ദ ഫസ്റ്റ് നമ്പർ. ഫസ്റ്റ് നമ്പർ നമ്മളൊരു 23 എൻ്റർ ചെയ്തു. എൻ്റർ ദ സെക്കൻഡ് നമ്പർ 45.
Enter the third number 12. സോ 45 ഈസ് ബിഗ്ഗസ്റ്റ്. അതായത് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എക്സിക്യൂട്ട് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിവിടെ നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റർ ആയിട്ടുള്ള ആൻഡ് യൂസ് ചെയ്തിട്ടാണ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇതേ കാര്യം തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇഫ് n1 ഗ്രേറ്റർ ദാൻ n2 ഗ്രേറ്റർ ദാൻ n3 ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടും. എഴുതി കഴിഞ്ഞാലും പ്രോഗ്രാം വർക്ക് ചെയ്യും. നമ്മുടെ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വിത്തൗട്ട് യൂസിങ് ലോജിക്കൽ ഓപ്പറേറ്റർ ആണ് ചെയ്യാനുള്ളത്. വിത്തൗട്ട് യൂസിങ് ലോജിക്കൽ ഓപ്പറേറ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ ഇഫ് n1 ഗ്രേറ്റർ ദാൻ n2 ആണെങ്കിൽ ഒരു കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്യുക. n1 ഗ്രേറ്റർ ദാൻ n3 ആണെന്നും കൂടിയും ചെക്ക് ചെയ്യുക. അതുമാണെങ്കിൽ എന്ത് ചെയ്യുക? പ്രിന്റ് ഈസ് ബിഗ്ഗസ്റ്റ്, n1 ഈസ് ബിഗ്ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യിക്കാം. n1 ഈസ് ബിഗ്ഗസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് n1 ഗ്രേറ്റർ ദാൻ n3 ആണെങ്കിൽ ഇതിനുള്ളിലോട്ട് കടക്കും. അപ്പോൾ ഇവിടെ വീണ്ടും n1 ഗ്രേറ്റർ ദാൻ n3 ആണെന്നും കൂടി നോക്കും. അപ്പോൾ n1 ഗ്രേറ്റർ ദാൻ n2 ആണെങ്കിൽ മാത്രമേ ഇത് ചെക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ നേരെ താഴെ ഇവിടെ എന്താണോ എഴുതിയിട്ടുള്ളത്, 9ാമത്തെ ലൈനിൽ എന്താണോ എഴുതിയിട്ടുള്ളത് അങ്ങോട്ടാണ് വരിക. ഇനി ഇവിടെ n1 ഗ്രേറ്റർ ദാൻ n2 ആണ്, പക്ഷേ n1 ഗ്രേറ്റർ ദാൻ n3 അല്ലെങ്കിൽ, അപ്പോൾ നമുക്കൊരു എൽസ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. അപ്പോൾ ഇവിടെ n1 ഗ്രേറ്റർ ദാൻ n2 ആണ്, പക്ഷേ n1 ഗ്രേറ്റർ ദാൻ n3 അല്ല. അപ്പോൾ ആ ഒരു കേസിൽ ആരാണ് വലുത്? n3 ആണ് ബിഗ്ഗസ്റ്റ്. അപ്പോൾ നമുക്കിവിടെ അത് പ്രിന്റ് ചെയ്യാം. n3 ഈസ് ബിഗ്ഗസ്റ്റ് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ഒരു ഈഫും അതിൻ്റെ കറസ്പോണ്ടിങ് എൽസും കഴിഞ്ഞു. ഒരു ഈഫ് എഴുതി കഴിഞ്ഞാൽ അതിന് എൽസ് എഴുതണം നിർബന്ധമില്ല. ഈഫ് എഴുതി കഴിഞ്ഞാൽ എൽസ് എഴുതുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ വീണ്ടും എൽസ് എഴുതാൻ പാടില്ല. ഓക്കെ, ഒരു ഈഫിന് ഒരു എൽസ് എഴുതാനേ പാടുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി ഇവിടെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ, അതായത് എൽസ്, ഈ എൽസിൻ്റെ മീനിങ് എന്താണ്? അതായത് ഇവിടുന്ന് കണ്ടീഷൻ ഫാൾസ് ആകുമ്പോഴാണ് ഇങ്ങോട്ട് വരിക. ഇവിടുന്ന് എപ്പോഴാണ് കണ്ടീഷൻ ഫാൾസ് ആവല്? n2 ഗ്രേറ്റർ ദാൻ n1 ആകുമ്പോഴാണ് ഇങ്ങോട്ട് വരിക. അതായത് n1 ഗ്രേറ്റർ ദാൻ n2 ആണെങ്കിൽ ഇതിനുള്ളിലുള്ള കാര്യങ്ങൾ ചെയ്യും. ഇനി നേരെ തിരിച്ചാണെങ്കിൽ n2 ഗ്രേറ്റർ ദാൻ n1 ആണെങ്കിൽ ഇങ്ങോട്ട് വരും. സോ n2 ഗ്രേറ്റർ ദാൻ n1 ആണെങ്കിൽ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്യാം. ഇഫ് n2 ഗ്രേറ്റർ ദാൻ n3 ആണെന്നും കൂടിയും ചെക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പ്രിന്റ് n2 ഈസ് ബിഗ്ഗസ്റ്റ്. അതും അല്ലെങ്കിൽ എൽസ് n3 ഈസ് ബിഗ്ഗസ്റ്റ്. n3 ഈസ് ബിഗ്ഗസ്റ്റ്. അതായത് ഇങ്ങോട്ട് എത്തുന്നപ്പോഴാണ് n2 ഗ്രേറ്റർ ദാൻ n1 ആകുമ്പോൾ. അപ്പോൾ n2 ഗ്രേറ്റർ ദാൻ n1 ആൻഡ് n2 ഗ്രേറ്റർ ദാൻ n3 ആണെങ്കിൽ n2 ഈസ് ബിഗ്ഗസ്റ്റ്. ഇനി n2 ഗ്രേറ്റർ ദാൻ n1 ആണ്, പക്ഷേ n2 ഗ്രേറ്റർ ദാൻ n3 അല്ലെങ്കിൽ n3 ഈസ് ബിഗ്ഗസ്റ്റ് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യും. ഒന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ ദ ഫസ്റ്റ് നമ്പർ 67, എൻ്റർ ദ സെക്കൻഡ് നമ്പർ 12, എൻ്റർ ദ തേർഡ് നമ്പർ 45. സോ 67 ഈസ് ബിഗ്ഗസ്റ്റ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ. നമ്മൾ അടുത്ത ക്വസ്റ്റിന് ഒരു മെനു ഡ്രിവൺ പ്രോഗ്രാമാണ്. അതായത് ഡിഫറെൻറ്റ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനുള്ള ഒരു മെനു ഡ്രിവൺ പ്രോഗ്രാം ആക്കി ചെയ്യാനാണ്. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് നമ്പർ 1 റീഡ് ചെയ്യാം. ഇൻപുട്ട് ഓഫ് 2 നമ്പർ യൂസറിൽ നിന്ന് എന്തായാലും റീഡ് ചെയ്യണം. സോ എൻ്റർ ദ ഫസ്റ്റ് നമ്പർ. അതുപോലെ സെക്കൻഡ് നമ്പറും റീഡ് ചെയ്യാം. n2 ഈക്വൽ ടു എൻ്റർ ദ സെക്കൻഡ് നമ്പർ. ഓക്കെ, 2 നമ്പർ റീഡ് ചെയ്തു. ഇനി നമുക്കൊരു ജസ്റ്റ് ഒരു മെനു പ്രിൻ്റ് ചെയ്യാം. പ്രിൻ്റ് ദെൻ ഒരു അണ്ടർലൈനും കൊടുക്കാം. ഇത് ജസ്റ്റ് ഒരു സ്റ്റൈലിഷിന് വേണ്ടിയിട്ടാണ്, ഇത് അത്യാവശ്യമുള്ള കാര്യമല്ല. നമുക്ക് ഓരോ മെനു പ്രിൻ്റ് ചെയ്യാം. സോ 1 അഡീഷൻ എന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. ടു സബ്ട്രാക്ഷൻ 3 മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ. ഓക്കെ, ഇപ്പോൾ നോർമലി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂസറോട് ഒരു ഓപ്ഷൻ റീഡ് ചെയ്യാൻ ചോദിക്കാം. ഒരു ചോയ്സ്, യൂസറുടെ ചോയ്സ് റീഡ് ചെയ്യാൻ പറയാം. സോ CH ഈക്വൽ ടു, നമുക്ക് ചോയ്സ് ഒരു CH എന്നുള്ള വേരിയബിളിനകത്തോട്ട് റീഡ് ചെയ്യാം. സോ CH ഈക്വൽ ടു
ഇൻഡ് ഓഫ് ഇൻപുട്ട് ഓഫ് എൻ്റർ യുവർ ചോയ്സ്. യൂസറോട് ചോയ്സ് റീഡ് ചെയ്യാം. ആ റീഡ് ചെയ്യുന്നത് ഒന്നുകിൽ യൂസർ 1 ഇൻപുട്ട് ചെയ്യും, അല്ലെങ്കിൽ 2 ഇൻപുട്ട് ചെയ്യും, അല്ലെങ്കിൽ 3 ഇൻപുട്ട് ചെയ്യും, അല്ലെങ്കിൽ 4 ഇൻപുട്ട് ചെയ്യും. അപ്പോൾ ഇവിടെയൊക്കെ അല്ലെങ്കിൽ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ നോർമലി ഒരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം. ഈഫ് റീഡ് ചെയ്ത ചോയ്സ് ഈക്വൽസ് 1 ആണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് അഡീഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത്. സോ റിസൾട്ട് ഈക്വൽ ടു n1ഉം n2ഉം തമ്മിൽ ആഡ് ചെയ്യണം. ആ റിസൾട്ട് RES എന്നുള്ള വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യാം. ഇനി സപ്പോസ് യൂസർ ഇൻപുട്ട് ചെയ്യുന്നത് 2 ആണെങ്കിൽ, ഈ CH ഈക്വൽസ് 2 ആണെങ്കിൽ n1 മൈനസ് n2 ആണ് കാണേണ്ടത്. ഇനി സപ്പോസ് യൂസർ ഇൻപുട്ട് ചെയ്യുന്നത് 3 ആണെങ്കിൽ, ചോയ്സ് 3 ആണെങ്കിൽ n1 ഇൻറ്റു n2 ആണ് കാണേണ്ടത്. യൂസർ ഇൻപുട്ട് ചെയ്യുന്ന ചോയ്സ് 4 ആണെങ്കിൽ n1 ബൈ n2 ആണ് കാണേണ്ടത്. ഓക്കെ, ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? റിസൾട്ട് ഇവിടെ പ്രിൻറ്റ് ചെയ്യുക. റിസൾട്ടിനകത്ത് എന്താണോ വന്നിട്ടുള്ളത് അത് പ്രിൻറ്റ് ചെയ്യുക. സോ ദ റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ ഈസ് എന്ന് പറഞ്ഞിട്ട് ആ റിസൾട്ട് പ്രിൻറ്റ് ചെയ്യുക. ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. n1 ബൈ ഓക്കെ, ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. എൻ്റർ ദ ഫസ്റ്റ് നമ്പർ. സോ 12 എൻ്റർ ചെയ്യാം. എൻ്റർ ദ സെക്കൻഡ് നമ്പർ 13 എൻ്റർ ചെയ്യാം. ഒരു മെനു പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. യൂസറോട് ഒരു എൻ്റർ യുവർ ചോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ 12 + 13 ആണ് കാണേണ്ടത്, അതായത് 25 ആണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. സക്സസ്ഫുൾ എക്സിക്യൂഷൻ ആണ്. രണ്ടാമത്തെ കേസ് ഒന്ന് നോക്കാം. എൻ്റർ ദ ഫസ്റ്റ് നമ്പർ 23 45. ഓപ്ഷൻ 2 കൊടുത്തു നോക്കാം. റിസൾട്ട് ഓഫ് സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഈസ് -22, അതായത് 23 - 45 ആണ് കാണുക. ഇനി നമുക്ക് ഡിവിഷൻ ഒന്ന് ചെയ്ത് നോക്കാം. എൻ്റർ ദ ഫസ്റ്റ് നമ്പർ 23 45. ഓപ്ഷൻ 4 റീഡ് ചെയ്യാം. 0.511 ആണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് മെനു ഡ്രിവൺ പ്രോഗ്രാം. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. അതായത് ഈ CH ഈക്വൽസ് 1 ആണെങ്കിൽ റിസൾട്ട് ഈക്വൽ ടു n1 + n2. എലീഫ് എന്ന് പറഞ്ഞിട്ട് എഴുതാം, എൽസീഫ്. അതല്ലെങ്കിൽ എഗെയിൻ ഇവിടെയും എലീഫ് എഴുതാം, അഗെയിൻ ഇവിടെയും എലീഫ് എഴുതാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാലും പ്രോഗ്രാം വർക്ക് ചെയ്യും. നെക്സ്റ്റ് ടോപ്പിക് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചില കേസിൽ ചില സ്റ്റേറ്റ്മെൻറ്റ് റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മോണിറ്ററിനകത്ത് ഒരു വെൽക്കം എന്നുള്ള മെസ്സേജ് 10 പ്രാവശ്യം പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ 10 പ്രാവശ്യം പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നതിന് പകരമായിട്ട് ഒരൊറ്റ പ്രാവശ്യം പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക, അതിനെന്നിട്ട് ഒരു ലൂപ്പിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റോ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം തന്നെ മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ പൈത്തണിൽ യൂസ് ചെയ്യുന്ന ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ് വൈൽ സ്റ്റേറ്റ്മെൻറ്റ്. സി പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്ന അതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് വൈൽ, പക്ഷേ ഇവിടെ സിൻടാക്സിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സാമ്പിൾ കോഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ കോഡ് n = 10 ഇനീഷ്യലി. സോ വൈൽ n > 0, n 0-നേക്കാളും വലിയൊരു വാല്യൂ ആണെങ്കിൽ, അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിനുള്ളിലോട്ട് വരും. ഈ ടാബ് സ്പേസ് എത്രണ്ണം കൊടുത്തിട്ടുണ്ടോ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ടാബ് സ്പേസ് കൊടുത്തിട്ട് രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് എഴുതിയിട്ടുള്ളത്. ഒന്ന് n-ന്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാനും n-ന്റെ വാല്യൂ മൈനസ് ചെയ്യാനും. സോ ഇനീഷ്യലി n-ന്റെ വാല്യൂ 10 ആണ്. അപ്പോൾ ഇവിടെ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കും. 10 > 0 ആണോ എന്ന് നോക്കും. 10 > 0 ആണ്. സോ ഈ ലൂപ്പിൻ്റെ ഉള്ളിലോട്ട് കടക്കും. ആ n-ന്റെ വാല്യൂ എന്താണോ അത് പ്രിൻറ്റ് ചെയ്യും. സോ 10 ഇവിടെ പ്രിൻറ്റ് ചെയ്യും. ദെൻ n = n - 1 ചെയ്യും. n ഇനീഷ്യലി 10 ആയിരുന്നു, n-ന്റെ വാല്യൂ ഒന്ന് റെഡ്യൂസ് ചെയ്യും, 9 ആക്കും. ദെൻ കൺട്രോൾ നേരെ ഇങ്ങോട്ട് വരും. അഗെയിൻ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. സോ 9 > 0 ആണോ നോക്കും, അതും ട്രൂ ആണ്, 9 പ്രിൻറ്റ് ചെയ്യും. ദെൻ n = n - 1 ചെയ്യും, അതായത് n-ന്റെ വാല്യൂ 8 ആക്കും. 8 > 0 ആണോ നോക്കും, 8 പ്രിൻറ്റ് ചെയ്യും. അതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ n-ന്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ, n = 1-ൽ നിന്ന് 0 ആയി കഴിഞ്ഞാൽ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യും, അത് ഫാൾസ് ആയി. ഫാൾസ് ആയി കഴിഞ്ഞാൽ കൺട്രോൾ പിന്നെ നേരെ ഇങ്ങോട്ടാണ് വരിക. ഇവിടെ ബ്ലാസ്റ്റ് ഓഫ് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ 10 9 8 എക്സെട്ര അപ് ടു 1 വരെ പ്രിൻറ്റ് ചെയ്യും. ഫൈനലി ബ്ലാസ്റ്റ് ഓഫ് പറഞ്ഞിട്ടുള്ള മെസ്സേജും പ്രിൻറ്റ് ചെയ്യും. നമുക്കൊരു 3 പ്രോഗ്രാം ചെയ്ത് നോക്കാനുണ്ട്. ഇതൊന്ന് ചെയ്ത് നോക്കാം. ലൂപ്പ് വെച്ചിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിന് സം ഓഫ് ഫസ്റ്റ് n നമ്പേഴ്സ് കാണാനുള്ള പ്രോഗ്രാമാണ്. സം ഓഫ് ഫസ്റ്റ് n നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ n-ന്റെ വാല്യൂ യൂസറുടെ നിന്ന് റീഡ് ചെയ്യണം.
അപ്പോൾ ആ എന്നിൻ്റെ വാല്യൂ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കാണേണ്ടത് 1 + 2 + 3 + എക്സെട്ര പ്ലസ് n ആണ് കാണേണ്ടത്. അതായത് എന്നിൻ്റെ വാല്യൂ 10 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 1 + 2 + 3 + എക്സെട്ര പ്ലസ് 10, അതായത് 55 ആണ് റിസൾട്ട് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ പ്രോഗ്രാം ലൂപ്പ് യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. സോ ഹിയർ എന്നിൻ്റെ വാല്യൂ ഫസ്റ്റ് യൂസറോട് നിന്ന് റീഡ് ചെയ്യണം. സോ ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ് എൻ്റർ ദ വാല്യൂ ഫോർ n, യൂസറോട് നിന്ന് ഒരു വാല്യൂ റീഡ് ചെയ്യാം. ഇനി നമുക്കൊരു ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് സമ്മ് കാണണം. അപ്പോൾ സമ്മ് എന്നുള്ളൊരു വേരിയബിൾ കൊണ്ട് ഡിക്ലെയർ ചെയ്യുക, കാരണം റിസൾട്ട് ഫൈനലി സമ്മിനകത്തോട്ടാണ് വരേണ്ടത്. സോ സമ്മ് ഫസ്റ്റ് ഇനീഷ്യലി സമ്മ് 0 എന്ന് പറഞ്ഞ് ഇനീഷ്യലൈസ് ചെയ്യാം. നമുക്കൊരു കൗണ്ട് വേരിയബിളും വേണ്ടി വരും. സോ i = 1 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. സോ വൈൽ i <= n വരെ പോകണം. അതായത് 1 മുതൽ n വരെ പോകണം. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 10 ആണെങ്കിൽ 1 മുതൽ 10 വരെ പോകണം. എന്നിൻ്റെ വാല്യൂ 100 ആണെങ്കിൽ 1 മുതൽ 100 വരെ പോകണം. ഓരോ ഇറ്ററേഷനിലും സമ്മിനകത്തോട്ട് എന്ത് ചെയ്യുക, ആ വാല്യൂ ആഡ് ചെയ്യുക. സോ സം = സം പ്ലസ് i. ദെൻ ഐൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുക, i = i + 1 ചെയ്യുക. അപ്പോൾ ഈ ലൂപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ആവും. റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യും. ഫൈനലി ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോൾ സമ്മിനകത്ത് ആ വാല്യൂ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ ഇനീഷ്യലി i = 1 ആണ്. സോ സം = സം പ്ലസ് i. സോ സമ്മ് 0 ആണ്. 0 + i, 0 + 1. സോ 1 ആണ് ഫസ്റ്റ് ഇങ്ങോട്ട് സമ്മിനകത്തോട്ട് വരിക. ഐൻ്റെ വാല്യൂ 2 ആകും. ദെൻ 2 < n ആണോ ചെക്ക് ചെയ്യും. ദെൻ അടുത്ത ഇറ്ററേഷൻ വരുമ്പോൾ സമ്മിനകത്തോട്ട് 2 ആഡ് ചെയ്യും. ദെൻ 3 ആഡ് ചെയ്യും, 4 ആഡ് ചെയ്യും. ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇനി ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ സമ്മിനകത്തുള്ള വാല്യൂ എന്താണോ അത് പ്രിൻ്റ് ചെയ്യാം. ദ സം ഓഫ് ഫസ്റ്റ് n നമ്പേഴ്സ് ഈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ റിസൾട്ട് പ്രിൻ്റ് ചെയ്യാം. സോ സമ്മിൻ്റെ വാല്യൂ എന്താണോ അത് പ്രിൻ്റ് ചെയ്യാം. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എൻ്റർ ദ വാല്യൂ ഫോർ n. എൻ്റെ വാല്യൂ 5 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 1 + 2 + 3 + 4 + 5, ദാറ്റ് ഈസ് 15 ആണ് റിസൾട്ട് വന്നിട്ടുള്ളത്. നമുക്ക് എൻ്റെ വാല്യൂ 10 കൊടുത്ത് നോക്കാം. 10 കൊടുത്തു കഴിഞ്ഞാൽ 55 ആയിരിക്കും റിസൾട്ട് വരിക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യന് ഓഡ് നമ്പേഴ്സ് ബിറ്റ്വീൻ 2 ലിമിറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഫസ്റ്റ് റീഡ് ചെയ്യണം. എന്നിട്ട് ആ ലോവർ ലിമിറ്റിൻ്റെയും അപ്പർ ലിമിറ്റിൻ്റെ ഇടയിലുള്ള എല്ലാ ഓഡ് നമ്പേഴ്സും പ്രിൻറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ലോവർ ലിമിറ്റ് ഫസ്റ്റ് റീഡ് ചെയ്യാം. സോ ലോവർ = ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ് എൻ്റർ ദ ലോവർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് ഫസ്റ്റ് റീഡ് ചെയ്യാം. ഇതുപോലെ തന്നെ അപ്പർ ലിമിറ്റും റീഡ് ചെയ്യാം. നമുക്ക് അപ്പർ എന്നുള്ള വേരിയബിൾ കൊടുക്കാം. അപ്പർ = എൻ്റർ ദ അപ്പർ ലിമിറ്റ്. സോ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും റീഡ് ചെയ്തു. ഇനി നമുക്കൊരു ലൂപ്പ് യൂസ് ചെയ്യണം. സോ വൈൽ ലോവർ ലിമിറ്റ് <= അപ്പർ ലിമിറ്റ് വരെ പോകണം. ഒരു ഈഫ് കണ്ടീഷൻ കൊടുക്കാം. ഈഫ് ലോവർ മോഡ് 2 ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അതായത് ലോവർ ഇനീഷ്യലി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10ൻ്റെ 100ൻ്റെ ഇടയിലാണെങ്കിൽ ലോവർ ഇനീഷ്യലി 10 ആയിരിക്കും. സോ 10 മോഡ് 2 ചെയ്ത് നോക്കും. നിങ്ങൾക്കറിയാം മോഡുലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് റിമൈൻഡർ കിട്ടാനും വേണ്ടിയിട്ടാണ്. അത് = 0 ആണെങ്കിൽ ഈവൻ നമ്പർ ആയിരിക്കും, കാരണം ഒരു ഈവൻ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലാണ് റിമൈൻഡർ 0 വരിക. അപ്പോൾ അത് =0 ആണെങ്കിൽ എന്താണ്, അതൊരു ഓഡ് നമ്പർ ആയിരിക്കും. സോ നമുക്ക് ആ നമ്പർ പ്രിൻ്റ് ചെയ്യാം. പ്രിൻ്റ് ലോവർ നമ്പർ പ്രിൻ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യാം, ലോവറിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യാം. ലോവർ = ലോവർ + 1. ദെൻ അടുത്ത ലോവർ നമ്പർ എടുക്കും, കണ്ടീഷൻ ചെക്ക് ചെയ്യും. ദെൻ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. =0 ആണെങ്കിൽ ആ നമ്പർ പ്രിൻ്റ് ചെയ്യും. =0 ആണെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ടാണ് വരിക. ഓക്കെ, ഇനി =0 ആണെങ്കിലും അത് പ്രിൻ്റ് ചെയ്തിട്ടും പിന്നെ കൺട്രോൾ ഇങ്ങോട്ട് തന്നെയാണ് വരിക. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഓരോ ഇറ്ററേഷനിലും ആ കറസ്പോണ്ടിങ് നമ്പർ ഇവിടെ പ്രിൻ്റ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊന്ന് ഔട്ട്പുട്ട് റൺ ചെയ്ത് നോക്കാം. എൻ്റർ ദ ലോവർ ലിമിറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കൊരു 10 കൊടുക്കാം. എൻ്റർ ദ അപ്പർ ലിമിറ്റ് 50 കൊടുക്കാം. ഇപ്പോൾ 10ൻ്റെ 50ൻ്റെ ഇടയിലുള്ള എല്ലാ ഓഡ് നമ്പേഴ്സും പ്രിൻ്റ് ചെയ്തിരിക്കണം. സോ ഔട്ട്പുട്ട് 11, 13, 15, 17, 19 അങ്ങനെ 49 വരെ പോകുന്നുണ്ട്. ഓക്കെ, ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഫോർ ലൂപ്പ് വെച്ച് ചെയ്യുകയാണെങ്കിൽ, ഈ വൈൽ മാറ്റിയിട്ട് ഫോർ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഫോർ
നമ്പർ ഇൻ റേഞ്ച് ഓഫ് ലോവർ മുതൽ അപ്പർ വരെ പോകണം. അപ്പർ പ്ലസ് 1, അതായത് അപ്പർ പ്ലസ് 1 കൊടുത്താലേ അപ്പർ വരെ പോകുള്ളൂ. അതായത് സെക്കൻഡ് ആർഗ്യുമെൻറ്റ് -1 വരെയാണ് പോകുക. അപ്പോൾ ഓരോ ഇറ്ററേഷനിലും ഈ നമ്മിനകത്തോട്ട് ഈ റേഞ്ചിലുള്ള വാല്യൂസ് വരും. നമ്മളിവിടെ നം മോഡ് 2 ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നം മോഡ് 2 നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ നമ്പർ പ്രിൻ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ഇവിടെ ഇൻക്രിമെൻ്റ് ഓപ്പറേഷൻ വേണ്ട, കാരണം ഇവിടെ ഓൾറെഡി ആ ലിസ്റ്റിൽ നിന്ന് വാല്യൂ എടുക്കും. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ ദ ലിമിറ്റ്, ലോവർ ലിമിറ്റ് 10 ഇൻപുട്ട് ചെയ്യാം. എൻ്റർ ദ അപ്പർ ലിമിറ്റ് 50 ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ റിസൾട്ട് 49 വരെ വന്നിട്ടുണ്ട്. 11 മുതൽ 49 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റിന് ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കാണാനാണ്. സോ യൂസർ ഇടുന്ന നമ്പർ ഫസ്റ്റ് റീഡ് ചെയ്യുക. ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ് എൻ്റർ ദ നമ്പർ. നമുക്ക് നമ്പറിൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 × 4 × 5. 6ൻ്റെ ഫാക്ടോറിയൽ 1 × 2 × 3 × 4 × 5 × 6. അപ്പോൾ 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. എഫ് ഈക്വൽ ടു 1 അത് ഇനീഷ്യലൈസ് ചെയ്യാം. ഫാക്ടോറിയൽ ആ ഒരു വേരിയബിളിനകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. നമുക്കൊരു ലൂപ്പ് യൂസ് ചെയ്യാം. ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ്, നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് നോക്കാം. ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് 1 മുതൽ ആ നമ്പർ വരെ പോകണം അല്ലേ. അതായത് എന്നിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ 1 മുതൽ 5 വരെ പോകണം. 1 × 2 × 3 × 4 × 5. അപ്പോൾ n+1 വരെ ലിമിറ്റ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണേണ്ടത് ഫാക്ടോറിയലാണ് കാണുന്നത്. സോ എഫ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഐ. അപ്പോൾ ഇനീഷ്യലി ഐൻ്റെ വാല്യൂ 1 ആണ്, കാരണം ഇവിടുന്ന് 1 മുതലാണ് തുടങ്ങുക. സോ ഐയിലോട്ട് 1 വരും ഫസ്റ്റ്. സോ 1 ഇൻറ്റു എഫിനകത്ത് ഓൾറെഡി 1 ആണ്. സോ 1 × 1. സോ 1 × 1 എന്നുള്ള റിസൾട്ട് എഫിനകത്ത് സ്റ്റോർ ചെയ്യും. അടുത്ത ഇറ്ററേഷനിൽ ഐക്കകത്ത് 2 ആണ് വരിക. സോ നേരത്തെ എഫിനകത്ത് 1 ഉണ്ട്. സോ 1 × 2 ചെയ്യും. അടുത്ത ഇറ്ററേഷൻ വരുമ്പോൾ ഐനകത്തോട്ട് 3 ആണ് വരിക. സോ എഫിനകത്ത് നേരത്തെ 1 × 2 ചെയ്തപ്പോൾ 2 ഉണ്ട്. സോ 2 × 3 ചെയ്യും. ദെൻ 2 × 3 × 4 ചെയ്യും. ഇതങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ നമുക്ക് ആ ലൂപ്പിൽ നിന്ന് പുറത്ത് വന്നിട്ട് ആ റിസൾട്ട് പ്രിൻ്റ് ചെയ്യാം. ദ ഫാക്ടോറിയൽ ഈസ് എഫ്. ഒന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ ദ നമ്പർ 5 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 120 ആണ് റിസൾട്ട് വരുന്നത്. അതായത് 1 × 2 × 3 × 4 × 5. എൻ്റർ ദ നമ്പർ 3 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 6 ആണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കാണാനുള്ള പ്രോഗ്രാം. ഇനി നിങ്ങൾക്ക് ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ പറ്റും. അതായത് വി ക്യാൻ ഹാവ് എ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻസൈഡ് അനദർ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഔട്ടർ ലൂപ്പ്, ഇന്നർ ലൂപ്പ്, ആ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് എത്ര ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ വൈൽ എക്സ്പ്രഷൻ, അതായത് ഇവിടെ ഒരു കണ്ടീഷൻ ആയിരിക്കും. ആ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. എഗെയിൻ അതിനുള്ളിൽ വീണ്ടും ഒരു വൈൽ സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു കണ്ടീഷൻ എഴുതിയിട്ടുണ്ട്. ആ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഈ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇന്നർ ലൂപ്പ് ആദ്യം എക്സിക്യൂഷൻ ഇവിടെ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ഈ സ്റ്റേറ്റ്മെന്റിലോട്ട് വരും, ദെൻ കൺട്രോൾ ഇങ്ങോട്ട് വരും, ദെൻ ഇത് വർക്ക് ചെയ്യും. വീണ്ടും ഇവിടെ കിടന്ന് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, ദെൻ കൺട്രോൾ ഇങ്ങോട്ട് വരും, ദെൻ ഇങ്ങനെ വരും, ഇവിടെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഈ ഒരു ഓർഡറിലാണ് ഇതിന്റെ എക്സിക്യൂഷൻ നടക്കുക. ഇവിടെ ഒരു സാമ്പിൾ കോഡ് ഒരു ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ പ്രോഗ്രാം നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഈ ഒരു ഓർഡറിൽ നമുക്ക് വാല്യൂസ് മോണിറ്ററിൽ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം 1 പ്രിന്റ് ചെയ്യണം, ദെൻ 1 പ്രിന്റ് ചെയ്യണം, 2 പ്രിന്റ് ചെയ്യണം, ദെൻ 1 2 3 പ്രിന്റ് ചെയ്യണം, 1 2 3 4 പ്രിന്റ് ചെയ്യണം, 1 2 3 4 5. അപ്പോൾ ഇതൊരു മെട്രിക്സ് ഫോർമാറ്റിലാണ് ഇത് കിടക്കുന്നത് അല്ലേ, മെട്രിക്സ് ഫോർമാറ്റിലാണ്. സോ നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു 1 2 3 4 5. 5 റോസ് ആണുള്ളത്, കോളംസും 5 ആണ്. 1 2 3 4 5 5 കോളംസ് ആണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മെട്രിക്സ് ഫോർമാറ്റിലുള്ള എന്തെങ്കിലും ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 2 ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും എഴുതേണ്ടി വരും. അപ്പോൾ ഇതിന്റെ കോഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഇവിടെ ഫസ്റ്റ് n ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് എൻ്റർ ദ നമ്പർ ഓഫ് റോസ്. എത്ര റോസ് നമുക്ക് വേണമെന്നുള്ളത് ഫസ്റ്റ് യൂസറോട് ചോദിക്കാം. അപ്പോൾ നമ്മുടെ ഈ നേരത്തെ പ്രോഗ്രാം ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 5 റോ ആണുള്ളത്. സോ 5 എന്നുള്ള വാല്യൂ ഇൻപുട്ട് ചെയ്യാം. സോ ഇനീഷ്യലി i ഈക്വൽ ടു 1, j ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ j ആണ് കോളംസ് വൈസ് തീരുമാനിക്കുന്നത്. എത്ര കോളംസ് പോകണം എന്നുള്ളത് തീരുമാനിക്കുന്നത് j ആണ്. എത്ര റോസ് പോകണം എന്ന് തീരുമാനിക്കുന്നത് i ആണ്. സോ i ലെസ് ദാൻ n ആണെങ്കിൽ, while i ലെസ് ദാൻ n, സോ i ന്റെ വാല്യൂ ഇനീഷ്യലി 1 ആണ്.
സോ 1 ലെസ് ദാൻ 5, എന്നിന്റെ വാല്യൂ നമ്മൾ 5 റീഡ് ചെയ്തു എന്ന് കരുതുക. സോ 1 ലെസ് ദാൻ 5 എന്നുള്ളത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ j ഈക്വൽ ടു 1 ആക്കി വെക്കുക. ഞാൻ പറഞ്ഞു j എന്നുള്ളത് കോളം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ കോളത്തിലും 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1, then അടുത്ത ലൈനിൽ 1 2, then അടുത്ത ലൈനിൽ 1 2 3, then അടുത്ത ലൈനിൽ 1 2 4, 1 2 3 4 ആ ഒരു ഓർഡറിലാണ് പോകുന്നത്. സോ ഇനീഷ്യലി ജെയുടെ വാല്യൂ 1, നമ്മൾ ആ j ആണ് പിന്നീട് പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനീഷ്യലി j ഈക്വൽ ടു 1 while j ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ ഫസ്റ്റ് ലൈനിൽ തന്നെ ഫസ്റ്റ് റോയിൽ 1 എന്നുള്ള വാല്യൂ പ്രിന്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുത്തത്. അതായത് ജെയുടെ വാല്യൂ 1 ആണ്, ഐന്റെ വാല്യൂ 1 ആണ്. സോ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ളത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ജെയുടെ വാല്യൂ എന്താണോ അത് പ്രിന്റ് ചെയ്യും. ജെയുടെ വാല്യൂ ഇവിടെ 1 ആണ്, ആ 1 പ്രിന്റ് ചെയ്യും. കോമ എൻഡ് ഈക്വൽ ടു ഇങ്ങനെ ഒരു എംറ്റി സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് സെയിം ലൈനിൽ തന്നെ അടുത്ത പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് വരണം. നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വാല്യൂ പ്രിന്റ് ചെയ്യുന്ന അടുത്ത ലൈനിലോട്ട് പോകും. നമുക്കത് വേണ്ട. നമുക്ക് 1 കഴിഞ്ഞാൽ സെയിം ലൈനിൽ ചിലപ്പോൾ 2 പ്രിന്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ 2 കഴിഞ്ഞ് 3 എന്നുള്ള വാല്യൂ പ്രിന്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ സെയിം ലൈനിൽ തന്നെ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻഡ് ഈക്വൽ ടു ഒരു എംറ്റി സ്പേസ് കൊടുക്കൽ മസ്റ്റ് ആണ്. സോ ഫസ്റ്റ് ഇറ്ററേഷനിൽ ഐന്റെ വാല്യൂ 1 ആണ്, ജെയുടെ വാല്യൂ 1 ആണ്. 1 പ്രിന്റ് ചെയ്തു, ജെയുടെ വാല്യൂ 1 കൂട്ടി, ജെയുടെ വാല്യൂ 2 ആക്കി. ഇവിടെ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ എന്ന് ചെക്ക് ചെയ്യും. ഐ ഇപ്പോഴും 1ൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ആ കണ്ടീഷൻ ഫാൾസ് ആയി. ആ കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ലൈനിലോട്ട് വന്നിട്ട് 1ഉം 2ഉം പ്രിന്റ് ചെയ്യണം. സോ അടുത്ത ലൈനിൽ വരാനുള്ള ഒരു ജസ്റ്റ് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക ന്യൂ ലൈനിലോട്ട് പോകാൻ. ദെൻ ഐന്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. ഐന്റെ വാല്യൂ 1ൽ നിന്ന് 2 ആയിട്ട് കൺട്രോൾ നേരെ ഇങ്ങോട്ട് വരും. സോ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ നോക്കും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, അതായത് രണ്ടാമത്തെ റോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഐ എന്നുള്ളത് റോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ രണ്ടാമത്തെ റോയിൽ എത്തി കഴിഞ്ഞാൽ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണോ നോക്കും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്, എന്നിന്റെ വാല്യൂ 5 ആണ്. സോ j ഈക്വൽ ടു 1. വീണ്ടും നമുക്ക് 1 മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. 1 പ്രിന്റ് ചെയ്യുക, ദെൻ ജെയുടെ വാല്യൂ 2 ആക്കുക. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണോ നോക്കുക, അതും ട്രൂ ആണ്. ദെൻ 2 പ്രിന്റ് ചെയ്യുക. ദെൻ അടുത്ത ലൈനിലോട്ട് പ്രിന്റ് ചെയ്യും. ദെൻ ഐന്റെ വാല്യൂ 3 ആക്കും. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ നോക്കും. സോ ജെയുടെ വാല്യൂ വീണ്ടും 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. സോ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണോ ചെക്ക് ചെയ്യും. ദെൻ 1 പ്രിന്റ് ചെയ്യും. ദെൻ ജെയുടെ വാല്യൂ 2 ആക്കും. 2 പ്രിന്റ് ചെയ്യും. ജെയുടെ വാല്യൂ 3 ആക്കും. 3 പ്രിന്റ് ചെയ്യും. ദെൻ അടുത്ത ലൈനിലോട്ട് വരും. ഐന്റെ വാല്യൂ 4 ആക്കും. ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു ഫോർമാറ്റ് ട്രയാങ്കിൾ ഫോർമാറ്റിൽ നമുക്ക് നമ്പേഴ്സ് പ്രിന്റ് ചെയ്ത് കിട്ടും. പൈത്തണിൽ യൂസ് ചെയ്യുന്ന വേറൊരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് ഫോർ, അതർവൈസ് കോൾഡ് ഡെഫിനിറ്റ് ലൂപ്പ്. അതായത് വൈലിന്റെ ഒരു ഷോർട്ടസ്റ്റ് ഫോം ആണ് ഫോർ. അപ്പോൾ ഇതിന്റെ എക്സിക്യൂഷൻ ഫ്ലോ എങ്ങനെയാണുള്ളത് നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ കോഡ് കൊടുത്തിട്ടുണ്ട്. നം ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് എൻ്റർ ദ ലിമിറ്റ്, ഒരു ലിമിറ്റ് എൻ്റർ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. സം ഈക്വൽ ടു 0 ആക്കി ഇനീഷ്യലൈസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് 1, നം പ്ലസ് 1 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ റേഞ്ച് എന്നുള്ളൊരു ഫംഗ്ഷനാണ്, ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ ഒരു ലിസ്റ്റ് ഫോം ചെയ്യും, അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഫോം ചെയ്യും. ഇവിടെ നമ്പേഴ്സ്, ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് നമ്പേഴ്സ്. നമ്മൾ സാധാരണ അറേ ഒക്കെ പഠിച്ച പോലെ തന്നെ സിയിൽ അറേ പഠിച്ചവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഫോം ചെയ്യും. അപ്പോൾ ആ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1 ആണ്. സ്റ്റാർട്ടിങ് ഫ്രം 1 മുതൽ നം പ്ലസ് 1 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതായത് നിങ്ങൾ സെക്കൻഡ് ആർഗ്യുമെന്റ് എന്താണോ കൊടുക്കുന്നത് അതേ -1 വരെയാണ് പോവുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നമ്മിന്റെ വാല്യൂ 10 കൊടുത്തു കഴിഞ്ഞാൽ റേഞ്ച് ഓഫ് 1, 11, അതായത് 1, 10 പ്ലസ് 1. നമ്മിന്റെ വാല്യൂ 10 ആണെങ്കിൽ 1, 10 പ്ലസ് 1, അതായത് 1, 11. 1, 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ആർഗ്യുമെന്റ് നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതേ -1 വരെ പോകുള്ളൂ. സോ 1, 10 വരെ പോകും. അപ്പോൾ ആ ലിസ്റ്റിനകത്ത് എന്തൊക്കെ നമ്പേഴ്സ് ഉണ്ടാവും? ലിസ്റ്റിനകത്ത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വരെ ഉണ്ടാവും. ഇനി ഓരോ ഐറ്ററേഷനിലും ആ ലിസ്റ്റിൽ നിന്നൊരു വാല്യൂ എടുക്കണം. ആ വാല്യൂ ഐയിലകത്തോട്ട് അസൈൻ ചെയ്യും. സോ ഫസ്റ്റ് ഐറ്ററേഷൻ ഐന്റെ വാല്യൂ 1 ആയിരിക്കും, അടുത്ത ഐറ്ററേഷൻ ഐന്റെ വാല്യൂ 2 ആയിരിക്കും, അടുത്ത ഐറ്ററേഷൻ ഐന്റെ വാല്യൂ 3 ആയിരിക്കും, അടുത്ത ഐറ്ററേഷൻ ഐന്റെ വാല്യൂ 4 ആയിരിക്കും. അതങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഏതുവരെ പോകും? ഐന്റെ വാല്യൂ 10 ആകുന്നത് വരെ പോകും. കാരണം ഈ ലിസ്റ്റിനകത്ത് 1 മുതൽ 10 വരെയുള്ള വാല്യൂസ് ആണുള്ളത്. അപ്പോൾ ഓരോ ഐറ്ററേഷനും ഐന്റെ വാല്യൂ ഐയിലോട്ട് ഈ ലിസ്റ്റിൽ നിന്ന് ഓരോ വാല്യൂ എടുത്ത് അസൈൻ ചെയ്യും. സോ ഇനീഷ്യൽ ഐന്റെ വാല്യൂ ഈ ലിസ്റ്റിൽ നിന്ന് 1 കിട്ടി. സം ഈക്വൽ ടു സം പ്ലസ് ഐ. സം ഇനീഷ്യലി 0 ആണ്. അപ്പോൾ ഇവിടെ കാണുന്നത് നിങ്ങൾ സം ഓഫ് ഫസ്റ്റ് n നമ്പേഴ്സിന്റെ പ്രോഗ്രാം ആണ്. നിങ്ങൾ n-ന്റെ വാല്യൂ എന്താണോ കൊടുക്കുന്നത് അതുവരെയുള്ള നമ്പറുകളുടെ സം ആണ് ഈ പ്രോഗ്രാം കാണുക. അപ്പോൾ ഇനീഷ്യലി സം ഈക്വൽ ടു 0 ആണ്.
സോ സം ഈക്വൽ ടു സം പ്ലസ് ഐ, അതായത് സം ഈക്വൽ ടു 0 പ്ലസ് 1. അത് ഫസ്റ്റ് ഐക്കകത്തോട്ട് 1 ആണ് വരിക. ഇനി അടുത്ത ഇറ്ററേഷനിൽ ഐക്കകത്തോട്ട് 2 വരും. സോ സം ഈക്വൽ ടു നേരത്തെ സമ്മിനകത്ത് 1 ഉണ്ടായിരുന്നു, 1 പ്ലസ് 2 ദാറ്റ് ഈസ് 3. ദെൻ ഐക്ക് അടുത്ത വാല്യൂ വരും, 3 വരും. സോ 1 പ്ലസ് 2 പ്ലസ് 3. അതങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് പോകും. ഫൈനലി ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ ആ സമ്മിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ആണ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്. അതായത് നിങ്ങൾക്ക് പ്രോഗ്രാം എക്സിക്യൂഷനിൽ ഇൻ ബിറ്റ്വീൻ ലൂപ്പിങ്ങിൻ്റെ ഇടയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രോഗ്രാം പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഒരു ഈഫ് ബ്ലോക്കിൽ നിന്നല്ല ബ്രേക്ക് ആവുക, പകരം ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ നിന്നാണ് ബ്രേക്ക് ആവുക. ഏത് ലൂപ്പിനുള്ളിലാണോ നിങ്ങൾ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുള്ളത് ആ ലൂപ്പിൽ നിന്നാണ് ബ്രേക്ക് ആവുക. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ വൈൽ ട്രൂ എന്ന് പറഞ്ഞാൽ ട്രൂ എന്ന് പറഞ്ഞാൽ ഓൾവേസ് ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് കീവേഡ് ആണ്, പൈത്തണിൽ യൂസ് ചെയ്യുന്ന ഒരു കീവേഡ് ആണ്. സോ വൈൽ ട്രൂ ലൈൻ ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് എൻ്റർ. അപ്പോൾ യൂസർ നോർമലി ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്യും. ആ യൂസർ ഇൻപുട്ട് ചെയ്ത വാല്യൂ ഡൺ എന്നാണെങ്കിൽ, ഡൺ എന്നുള്ള സ്ട്രിംഗ് ആണ് യൂസർ ഇൻപുട്ട് ചെയ്തതെങ്കിൽ ഈ ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്യുക. അപ്പോൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ നേരെ ഇങ്ങോട്ടാണ് വരിക, ഈ പ്രിന്റ് സ്റ്റേറ്റ്മെന്റിലോട്ടാണ് വരിക. കാരണം ഈ ലൂപ്പിന് നേരെ താഴെ എഴുതിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ഇനി അയാൾ ഡൺ അല്ല വേറെ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതിയെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹലോ എന്നോ എച്ച് എന്നോ അല്ലെങ്കിൽ വെൽക്കം അങ്ങനെ എന്തെങ്കിലും സ്ട്രിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അയാൾ ടൈപ്പ് ചെയ്തത് എന്താണോ അതിവിടെ പ്രിന്റ് ചെയ്യും. കാരണം ലൈൻ എന്നുള്ളതിനകത്താണ് അയാൾ ടൈപ്പ് ചെയ്തിട്ടുള്ളത്, അത് പ്രിന്റ് ചെയ്യും. നേരെ തിരിച്ച് കൺട്രോൾ ഇങ്ങോട്ട് വരും, അടുത്ത ലൈന് റീഡ് ചെയ്യും. അങ്ങനെ ഓരോ ലൈന് റീഡ് ചെയ്യും, അത് പ്രിന്റ് ചെയ്യും. എപ്പോഴെങ്കിലും ആൾ ഡൺ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്യും. അതാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസേജ്. കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെന്റ് ബ്രേക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആക്ഷൻ ആണ് ചെയ്യുക. ലൂപ്പിന്റെ സ്റ്റാർട്ടിങ്ങിലോട്ട് ജമ്പ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കേസിൽ വൈൽ ട്രൂ ലൈൻ ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് എൻ്റർ, യൂസർ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യും. ആ ടൈപ്പ് ചെയ്ത ഒരു ഹാഷ് എന്നുള്ള സിമ്പിൾ ആണെങ്കിൽ കണ്ടിന്യൂ എന്ന സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് അടുത്ത ലൈൻ എൻ്റർ ചെയ്യാൻ ചോദിക്കും, ഇൻപുട്ട് ഓഫ് എൻ്റർ. അപ്പോൾ അയാൾ ഹാഷ് എൻട്രി വീണ്ടും ഹാഷ് എൻട്രി ആണെങ്കിൽ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും. അതാണ് കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെന്റ് പ്രത്യേകത. ഹാഷ് അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും. ഇഫ് ലൈൻ ഈക്വൽ ടു ഡൺ ആണെങ്കിൽ, അയാൾ ഹാഷിൽ ഡൺ ആണ് ഇൻപുട്ട് ചെയ്തെങ്കിൽ എന്ത് ചെയ്യും, ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഗുഡ് ബൈ എന്നുള്ള മെസ്സേജ് പ്രിന്റ് ചെയ്യും. ഇനി അതല്ല അയാൾ ഡൺ അല്ല ടൈപ്പ് ചെയ്തതെങ്കിൽ എന്ത് ചെയ്യും, ആ ലൈന് പ്രിന്റ് ചെയ്യും. അപ്പോൾ ഫോർ എക്സാമ്പിൾ യൂസർ ഇവിടെ ലൈനിനകത്ത് വെൽക്കം എന്നുള്ള മെസ്സേജാണ് ടൈപ്പ് ചെയ്തതെങ്കിൽ ലൈൻ ഈക്വൽ ടു ഹാഷ് അല്ല, അപ്പോൾ ഇങ്ങോട്ട് വരും. ലൈൻ ഈക്വൽ ടു ഡണ്ണും അല്ല, അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരും. ആ വെൽക്കം എന്നുള്ള മെസ്സേജ് പ്രിന്റ് ചെയ്യും. തിരിച്ച് കൺട്രോൾ ഇങ്ങോട്ട് പോകും, അടുത്ത ലൈന് റീഡ് ചെയ്യും. അതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെന്റിന്റെ യൂസേജ്. കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം ഈ ഒരു വീഡിയോ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.